ജീവിത വിജയത്തിനുള്ള ചില ആയത്തുകളും ദിക്റുകളും ഞാൻ പറഞ്ഞുതരാം. പല ആളുകളും പരാതി പറയുന്നൊരു വിഷയമാണ്, എന്ത് കാര്യം ചെയ്തിട്ടും സക്സസ് ആയി കിട്ടുന്നില്ല, ജീവിതത്തിൽ ഒരു മെച്ചം കിട്ടുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫ്ലോപ്പായി പോവുക, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ്. കച്ചവടം തുടങ്ങി പരാജയപ്പെട്ടു പോയി, പഠനത്തിൽ ഒരു നിലവാരവുമില്ലാതായിപ്പോയി, കുടുംബജീവിതം തുടങ്ങി പാതിയിൽ വെച്ച് ആ കുടുംബജീവിതം താറുമാറായിപ്പോയി തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ പരാജയങ്ങളുടെ കഥകൾ പലപ്പോഴും കേൾക്കുന്നവനായി നേരിട്ട് അനുഭവമുള്ളവനായതുകൊണ്ട് പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫത്ഹായി കിട്ടാൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഉയർച്ച ലഭിക്കാൻ, ഉന്നതി ലഭിക്കാൻ കാരണമായി തീരുന്ന ചില ആയത്തുകളും ചില ദിക്റുകളും ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് പറയാം. എല്ലാവരും കേൾക്കണം. തീർച്ചയായിട്ടും ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരട്ടെ ഇൻഷാ അല്ലാ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു എല്ലാവരുടെയും എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. നമ്മളെല്ലാം അല്ലാഹു കബൂലാക്കട്ടെ. ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. കഷ്ടപ്പാടില്ലാത്ത ജീവിതം അത് ദുനിയാവാകുമ്പോൾ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. പക്ഷേ എപ്പോഴും കഷ്ടപ്പാടായി കഴിഞ്ഞാൽ അതിലൊരു സുഖമുണ്ടാകൂല. ഇപ്പോൾ ഒരു പ്രയാസം വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു സന്തോഷം വന്നു, അതിൻ്റെ ആ പ്രയാസം നീങ്ങി, അതിലൊരു സന്തോഷം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് നീങ്ങി, അതിലൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ ഒരു സങ്കടമുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ആ സങ്കടം നീങ്ങി, അതിൽ സന്തോഷം ഉണ്ടാവും. എന്നാൽ എല്ലാ സമയത്തും ദാരിദ്ര്യം, എല്ലാ സമയത്തും ബുദ്ധിമുട്ട്, എല്ലാ സമയത്തും പ്രയാസം, ജീവിത ബുദ്ധിമുട്ടുകൾ, പ്രാരാബ്ദങ്ങൾ, അതിനൊരു രസം ഉണ്ടാവില്ല, അതിനൊരു ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അത് മാറിയിട്ട് എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ നിലവിലുള്ള നമ്മുടെ ജീവിത പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടണം. എന്നെ വിളിച്ച് സങ്കടം പറയുന്ന ഒരുപാട് ആളുകൾ, ആ ആളുകളുടെ കൂട്ടത്തിൽ പലരും പറയുന്നതാണ് ചെയ്യുന്ന ഒന്നും വിജയിക്കണില്ല എന്ന്. കച്ചവടം ചെയ്യുന്ന പല ആളുകളുണ്ട്, അതുപോലെ തന്നെ ഗൾഫിലേക്ക് പോയി വിദേശികളായി പ്രവാസികളായി അവിടെ നിന്നും ജോലി ശരിയാകാതെ, അല്ലെങ്കിൽ അവിടെ പല ബിസിനസ്സുകളും ചെയ്ത് അതൊന്നും വിജയിക്കാതെയൊക്കെ ഷോപ്പ് തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിട്ട് വളരെ പ്രതീക്ഷയോട് തുടങ്ങിയ ഒരു ഷോപ്പ്, ആദ്യത്തെ 1-2 ദിവസം കച്ചവടം ഉണ്ടായിരുന്നു, പിന്നീട് ആളുകളുടെ എണ്ണം കുറഞ്ഞു, ആളുകൾ വരുന്നില്ല എന്ന്. വലിയ പ്രതീക്ഷയിൽ തുടങ്ങിയതാണ്, പക്ഷേ എന്ത് ചെയ്യുക, അവരുടെ പ്രതീക്ഷയ്ക്കൊത്തത് വളരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല സംഗതികളും നമ്മൾ സ്ഥിരം കേൾക്കുന്നതായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. വിജയം ലഭിക്കാൻ കാരണമാകുന്ന ചില ആയത്തുകൾ പറഞ്ഞു തരട്ടെ. പരിശുദ്ധ ഖുർആൻ നമുക്ക് വലിയ അത്താണിയാണ്, വഴികാട്ടിയാണ്. ഈ ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയ വിജയം നമുക്ക് ലഭിക്കും. അതിൽ ഒന്നാമത്തെ ആയത്ത് നമ്മളെപ്പോഴും കേൾക്കാറുള്ള ആയത്താണ്. സൂറത്തുൽ ബഖറയിലെ 201 ആയത്ത്. സൂറത്തുൽ ബഖറ 201 ആയത്തിലെ ആ ഒരു ദുആണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന നമുക്ക് അറിയുന്ന ദുആയാണ്. ഈ ഒരു ദുആ ആരെങ്കിലും ഒരാൾ ദിവസവും പതിവാക്കുകയാണെങ്കിൽ, എത്ര എണ്ണം? 100 എണ്ണം. രാവിലെയും വൈകുന്നേരവും എപ്പോഴാണോ സമയം കിട്ടുന്നത് അതിനനുസരിച്ച് ജീവിതത്തിൽ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സകല മേഖലകളിലും വിജയമുണ്ടാവും. ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റം അല്ലാഹു നൽകും. എന്ത് ചെയ്താൽ മതി? റബ്ബന ആതിന. എന്താ ചോദിക്കുന്നത്? അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും ഹസനത്ത് നൽകണേ അല്ലാ എന്ന. വഖിന അദാബന്നാർ, നാറിൻ്റെ നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉന്നതി നൽകണം, ഹസനത്ത് നൽകണം, നന്മ നൽകണം, സങ്കടങ്ങൾ തീർത്തു തരണം. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതാരെങ്കിലും ഒരാൾ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു 100 എണ്ണം ചൊല്ലാൻ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. ഒന്നാമത്തെ അമൽ അതാണ്, ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് കാണാം. അടുത്ത സൂറത്ത് നമുക്കറിയാം, സൂറത്തു ആലി ഇമ്രാൻ. സൂറത്തുൽ ബഖറ കഴിഞ്ഞുള്ള അടുത്ത സൂറത്താണ്, 3ാമത്തെ സൂറത്താണ്. ആലി ഇമ്രാൻ സൂറത്തിലെ ആദ്യത്തെ പേജിൽ ഒരായത്തുണ്ട്. ആലി ഇമ്രാനിലെ 8ാമത്തെ ആയത്ത് ഫസ്റ്റ് പേജിൽ തന്നെ കാണാം, അല്ലെങ്കിൽ 2ാമത്തെ പേജിൻ്റെ തുടക്കത്തിൽ കാണാം. ആലി ഇമ്രാനിലെ 8ാമത്തെ ആയത്താണ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഹിദായത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ ചാഞ്ചല്യപ്പെടുത്തല്ലേ അല്ലാ, അത് മായ്ച്ചു കളയല്ലേ എന്ന്. ഹിദായത്തിൽ നിന്നും തെന്നി മാറുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാ എന്ന്, അല്ലേ?
ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ ഭാഗത്തു നിന്ന് റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത്, നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് റബ്ബിനോട് ചോദിക്കുക. ഇന്നക അന്തൽ വഹാബ്, നീയാണ് നൽകുന്നവൻ, നീയാണ് വെറുതെ നൽകുന്നവൻ, ഞങ്ങളിപ്പോൾ ഒന്നും അങ്ങോട്ട് ചെയ്തു തന്നില്ല എങ്കിലും ഹിബത്തായി നൽകുന്നവൻ, ഔദാര്യമായി നൽകുന്നവൻ നീയാണ്. ഈ ഒരു ദുആഇനെ ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ ഇതുപോലെ പറഞ്ഞതുപോലെ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആയിട്ട് 100 തവണ പതിവാക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരും. ആ വ്യക്തിയുടെ ജീവിതത്തിലും വെച്ചടി കയറ്റമുണ്ടാകാൻ കാരണമായി തീരും. ആ വ്യക്തിയുടെ ജീവിതത്തിലും അല്ലാഹു വലിയ ഉയർച്ച നൽകി അനുഗ്രഹിക്കും. ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലാഹു ഫത്ഹ് ചെയ്തു കൊടുക്കും. 2-ാമത്തെ ആയത്താണ്. 3-ാമത്തെ ആയത്ത് കാണാം. ജീവിതത്തിൽ വിജയമുണ്ടാകാൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ ഒരു ദുആയുണ്ട്. ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം സക്സസ് ആയി കിട്ടാൻ, ചെയ്യുന്ന കാര്യത്തിന് ഫത്ഹ് ഉണ്ടായി കിട്ടാൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജയത്തിന് വേണ്ടി തേടിയ ഒരു ആയത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിലെ 25 മുതൽ 28 വരെയുള്ള ആയത്തുകൾ, 25 മുതൽ 28 വരെയുള്ള സൂറത്തു ത്വാഹയിലെ ആയത്തുകൾ. ഏതാണ് ആയത്ത്? കേട്ടോളി. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ അല്ലാഹ്, എൻ്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ പ്രയാസങ്ങൾ, നാവിലുള്ള കെട്ടുകളെ നീ അഴിച്ചു തരണേ അല്ലാഹ്. അതുപോലെ എൻ്റെ സംസാരത്തെ നീ ലഘുവാക്കി ക്ലിയറാക്കി തരണേ അല്ലാഹ്. എൻ്റെ വാചകങ്ങൾ കേൾക്കുന്നവരെ എനിക്ക് നീ നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഫത്തഹായി കിട്ടാൻ ഈ ഒരു ആയത്തുകൾ, ഈ ഒരു 4 ആയത്തുകൾ എന്ത് ചെയ്യുക, 4-5 ആയത്തുകൾ നിരന്തരം ജീവിതത്തിൽ പതിവാക്കുക. അതിന് എണ്ണക്കണക്ക് പറഞ്ഞിട്ടില്ല. എത്രയാണോ ചൊല്ലാൻ അധികരിപ്പിക്കാൻ പറ്റുന്നത് അതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫത്ഹ് ഉണ്ടാകാൻ കാരണമായി തീരും. വയസ്സിർ ലി അംരി എന്നാ ചോദിക്കുന്നത്, റബ്ബേ എൻ്റെ കാര്യം നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. കച്ചവടം തുടങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങിയ ആളുകൾ, ജോലിക്ക് പോകുന്ന ആളുകൾ, പരീക്ഷ എഴുതുന്ന ആളുകൾ തുടങ്ങി എല്ലാ കാര്യം, ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങളുള്ള ആളുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യുക, ഇതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. 3-ാമത്തെ വിജയത്തിനുള്ള മാർഗം അതാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്ന ആ ഒരു ദുആ. 4-ാമത്തെ ഒരു ദിക്ർ ഞാൻ പറഞ്ഞ ദിക്ർ എന്ന് വെച്ചാൽ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മാണ്. ആ ഇസ്മ കൂടെ എന്ത് ചെയ്യുക, ജീവിതത്തിൽ പതിവാക്കുക. 100 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. ഏതാണ് ദിക്ർ? യാ ഫത്താഹു യാ അലീം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഫത്താഹു യാ അലീം എന്ന 2 ഇസ്മുകൾ. യാ ഫത്താഹു യാ അലീം, യാ ഫത്താഹു യാ അലീം, യാ ഫത്താഹു യാ അലീം. ഇങ്ങനെ എന്ത് ചെയ്യുക, 100 തവണ ദിവസവും പതിവാക്കുകയാണ് എങ്കിൽ അവർ ഉദ്ദേശിച്ച, മനസ്സിൽ കരുതിയ മുറാദുകളൊക്കെ ഹാസിലായി കിട്ടുന്നതാണ്. അള്ളാഹു ജീവിതത്തിൽ വലിയ ഫത്ഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, വലിയ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തും സന്തോഷവുമാക്കി തരട്ടെ. ഇനി ഒരു അമലിൻ്റെ രീതി ഞാൻ പറഞ്ഞു തരട്ടെ. നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ഒരു രീതി ഒന്ന് ശ്രദ്ധിക്കുക. ഫജ്ർ നിസ്കാരത്തിന് ശേഷം, നമ്മൾ സുബഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത്, ഒന്നിരിക്കൽ സുബഹി നിസ്കാരത്തിന് ശേഷം, ഇനി തഹജ്ജുദ് സമയത്ത് എഴുന്നേൽക്കാൻ പ്രയാസമുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, സുബഹി നിസ്കരിച്ചതിന് ശേഷം മതി. അപ്പോൾ എന്ത് ചെയ്യുക, സുബഹി നിസ്കാര ശേഷമോ ഇനി തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്തോ ഈ ഒരു ദുആഇനെ ചൊല്ലലാണ് ഏറ്റവും നല്ലത്. ഈ പറഞ്ഞ ദിക്റുകൾ, ദുആകൾ ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇത് ഒന്നിരിക്കൽ എന്ത് ചെയ്യാം, 11 ദിവസത്തിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 21 ദിവസങ്ങൾ തുടർച്ചയായി ചെയ്യുക. മുടങ്ങാതെ ഇത് പതിവാക്കേണ്ടതാണ്. കുറഞ്ഞ പക്ഷം നമ്മൾ എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് 11 ദിവസം തുടർച്ചയായി ചെയ്യുക, അല്ലെങ്കിൽ 21 ദിവസം തുടർച്ചയായി ചൊല്ലുക. എന്ത് ചെയ്യും, ആ വ്യക്തി ഉദ്ദേശിച്ച കാര്യത്തിൽ ഫത്ഹ ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഹലാലായ സംഗതികൾക്ക് വേണ്ടിയും നിസ്കാരം കൃത്യമായി നിർവഹിച്ചുകൊണ്ടും നമ്മൾ ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യത്തിന് വലിയ ഫത്ഹും വിജയമുണ്ടാവും. ജീവിതത്തിൽ വെച്ചടി കയറ്റമുണ്ടാകാൻ കാരണമായി തീരുമെന്ന് മഹാന്മാർ അടിവരയിട്ട് 100% ഉറപ്പായും പഠിപ്പിച്ചു തരുന്ന മഹത്തായ ഒരു അമലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഇതൊന്ന് ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു വലിയ ഫത്ഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കുടുംബാദികൾക്ക്, കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുക്കാം. അവരുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.